जीवन जो तुजागर है, सत्यं शिवं सुंदरं, सत्यं शिवं सुंदरं, सत्यं शिवं सुंदरं, सुंदरं सत्यं शिवं सुंदरं, सुंदरं सुंदरं, सत्यं शिवं सुंदरं, सत्यं शिवं सुंदरं।
നൈസ് മോം. ശിവനന്ദ ചേച്ചി സൂപ്പർ ആയിരുന്നു ശിവനന്ദ. Thank you. ഓക്കെ, ചോദിക്കാം. MG സർ. ശിവനന്ദ, സാർ. ബ്യൂട്ടിഫുൾ സോങ്. മോള് കുറേ ഭാഗങ്ങളൊക്കെ മനോഹരമായിട്ട് പാടി, നല്ല ശബ്ദം. ഇതിന്റെ ഡീറ്റെയില്? ഈ സോങ് സത്യം ശിവം സുന്ദരം എന്നുള്ള മൂവിയിലാണ്. പാടിയിരിക്കുന്നത് ലതാജിയാണ്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് പണ്ഡിറ്റ് നരേന്ദ്ര ശർമ്മ സാറാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ലക്ഷ്മികാന്ത് പ്യാരേലാൽ സാർ. പാടിയിരിക്കുന്നത് ലതാജി. വെരി ഗുഡ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഓടിയെത്തിയ 2 സൗഭാഗ്യങ്ങളുടെ പുഷ്പങ്ങളാണ്. ഒന്ന് ലക്ഷ്മികാന്ത് പ്യാരേലാൽ, അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് പാടാൻ സാധിച്ചു. ഹിന്ദിയുണ്ട്, മലയാളം. മലയാളത്തില് ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ, ആ പാട്ട്. പിന്നെ രണ്ടാമത് ലതാ മങ്കേഷ്കർജി, എനിക്ക് പാടാനും സാധിച്ചു. ദിയ ജലെ, അതിനകത്തൊരു പോർഷൻ ആണെങ്കിലും ഞാനുണ്ടല്ലോ കൂട്ടത്തിൽ. ഇത്രയും വലിയൊരു മഹാപ്രതിഭയുടെ കൂടെ ഒരു 4 വരി കിട്ടിയല്ലോ. അത് മാത്രമല്ല, എന്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ബെസ്റ്റ് മെയിൽ പ്ലേബാക്ക് സിംഗർ ഞാനും, ബെസ്റ്റ് ഫീമെയിൽ ആയിട്ട് വന്നത് ലതാജിയാണ്. അപ്പോ എനിക്ക് അതിലേക്കാട്ടിൽ ഒരു ഭാഗ്യം കിട്ടിയത് തൊട്ട് ഇതുപോലെ അടുത്തിരുന്ന ലതാജിയാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതുപോലെ യു ആർ ഫ്രം കേരള? ഞാൻ പറഞ്ഞു യെസ്, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. ചെറിയ പറഞ്ഞുള്ളൂ, അത് മതിയല്ല, മതി. കാരണം വേറൊന്നുമില്ല, ഈ നാഷണൽ അവാർഡിനൊക്കെ ഇരുത്തുന്ന ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആക്ടേഴ്സ് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ റോ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ മ്യൂസീഷ്യൻസിന്റെ ഇത് വരും. അപ്പൊ അതിനകത്ത് മ്യൂസിക് ഡയറക്ടർ, ലിറിക് റൈറ്റർ, പിന്നെ സിംഗേഴ്സ് 2 പേര്, പിന്നെ അപ്പുറത്ത് അങ്ങനെ 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 ടെക്നീഷ്യൻസ് അങ്ങനെ പോകും. അപ്പൊ ലതാജിയുടെ അടുത്തൊന്ന് ഇരിക്കാനും കൂടെ സാധിച്ചു. ഇതെന്റെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലാണ്. അതാണ് പെട്ടെന്ന് പറഞ്ഞപ്പം ആലോചിച്ച് ഓർത്തത്. മോള് പാടി, മോക്ക് ഈ ശബ്ദത്തിന് നല്ല ശബ്ദമാണ്, നല്ല ത്രോയുണ്ട് വോയിസിന്, ഇതെല്ലാം ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ബ്രത്ത് ഉണ്ടെങ്കിൽ നന്നായിരുന്നു. കാരണം ഇപ്പം ആദ്യത്തെ ഫസ്റ്റ് ലൈൻ തന്നെ സത്യ ഹേ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇത്തിരിയേ ഉള്ളു ഹേ. അവിടെ അവിടെ അതുകൊണ്ടാണ് ആ വയലിന് ഇങ്ങനെ ഇട്ട് തന്നിരിക്കുന്നത്. ഒരു വെയിറ്റേജ് അതിന്റെ മേളിൽ പാടി നിറയ്ക്കണം. മോളൊരു ഇത്തിപ്പൂരം ഇട്ടായിരുന്നു, ഒരു ഹേ. അടുത്ത വന്നതും ഒരു ശിവ ഹേ, ഒരു കുറച്ച്. പിന്നെ ജഗ അവിടെ തൊട്ട് തുടങ്ങുന്നതിന് ശ്രുതി പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് അതിനകത്തുണ്ടായിരുന്നു. എന്നാൽ നല്ല പോർഷൻസും ഉണ്ടായിരുന്നു കുറേ ഭാഗങ്ങൾ. നമുക്ക് അങ്ങനെ അല്ലല്ലോ, ഒരു പാട്ട് പാടുമ്പം എസ്പെഷ്യലി ഒരു കോമ്പറ്റീഷനിൽ വന്ന് പാടുമ്പോഴത്തേക്ക് കുറച്ച് തെറ്റുകളൊക്കെ ആകാം. പക്ഷേ കുറെ കൂടുതലാകുമ്പോഴത്തേക്ക് ദാറ്റ് വിൽ അഫക്റ്റ് യുവർ മാർക്ക്. അത്രേ ഉള്ളൂ. നല്ല സെലക്ഷനാണ്, എനിക്ക് ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചു. എങ്കിലും കുറച്ചുകൂടെ നന്നാവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശിവനന്ദ, ബ്യൂട്ടിഫുൾ സോങ്. ആഹാ, രാജേഷ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാര്യം ഇത് ഒറിജിനൽ വായിച്ചത് ഹരിപ്രസാദ് ചൗരസ്യ സാർ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ബ്യൂട്ടിഫുൾ ആണ്. ആ ബേസ് ഫ്ലൂട്ട് വണ്ടർഫുൾ ആയിട്ട് വായിച്ചു രാജേഷ്. അതുപോലെ ഓർക്കസ്ട്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ അങ്ങോട്ട് വരട്ടെ, ശ്വാസം വേണം. അതില്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല. കാര്യം ഒരു പാട്ടുകാരിയല്ലേ. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് നമുക്ക് ആ ശ്വാസമാണ്. ബ്രീത്തിങ് കപ്പാസിറ്റി എന്ന് പറയാം, അത് വേണം കുറച്ചും കൂടെ. അതെന്താണ് ഇന്നും ഇത് ചെറിയ ലൈനല്ലേ അത്? ഇത് പാടാൻ പറ്റത്തില്ല, പിന്നെ എന്ത് ചെയ്യും? അത് കുറെ ഉണ്ടോ? ഈശ്വര സത്യ ഹേ, ഒന്ന് നിർത്തണ്ടേ? ഈശ്വര സത്യ ഹേ, സത്യ ഹി ശിവ ഹേ, അങ്ങനെ ആക്കിയാ കൊള്ളാമോ? അത് അപ്പൊ നമുക്ക് അത് കിടന്ന് ബുദ്ധിമുട്ടിയാൻ ചെയ്യരുത്. അത് കുറച്ച് കൂളായിട്ട് അങ്ങനെ ആ ഫെയ്ഡ് അറിയരുത്. അതിനൊരു ആവശ്യത്തിനുള്ള ലെങ്ത് ഉണ്ടാവണം അവിടെ. അപ്പോഴല്ലേ അവർക്ക് ആ കോഡ് ഇങ്ങനെ എല്ലാരും കൂടെ ചേർന്ന് വായിക്കാൻ ഒരു സുഖമുള്ളൂ. അത് പ്രധാനമായിട്ട് നോക്കിക്കോളൂ കേട്ടോ. നന്നായിട്ട് തന്നെ പാടി പല ഏരിയ. പക്ഷെ എനിക്ക് പ്രധാനമായിട്ട് ഫീൽ ചെയ്തത് ശ്രുതിയാണ്. രാമാവധമേ അതൊക്കെ തുടങ്ങുമ്പോൾ അത് ചേരുന്നുണ്ടായിരുന്നില്ല. പിന്നെ മറ്റേ ഒരു പ്ലങ് പ്ലുങ് പ്ലങ് പ്ലിങ്, അതിങ്ങനെ ഒരു ചേരാത്ത ബെല്ല് പോലെ തുടങ്ങും. പക്ഷെ അതിൽ നമ്മൾ നമ്മുടെ ശ്രുതി പിടിച്ച് കൃത്യമായിട്ട് പാടണം കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ആലാപില്ലേ, അതൊന്ന് പാടാമോ? ഇപ്പോഴേ ചേരുന്നില്ല. അത് ഇപ്പോഴേ അത് കുഴപ്പം, അത് ചേർത്തോളൂ കേട്ടോ.
അത് ചേർന്നില്ലെങ്കിൽ അതിനൊരു ഒരു സുഖം കാണത്തില്ല. തോരാടം എന്ന് പറയുമ്പോൾ എങ്കിലും അത് കണക്റ്റ് ഉള്ളൂ. അപ്പം അതൊക്കെ നോക്കിക്കൊള്ളുക കേട്ടോ. അപ്പം ഈ പ്രധാനമായിട്ട് തോന്നിയ ശ്വാസം, പിന്നെ ശ്രുതി, ഇത് മാത്രം ശരിയാക്കിയാൽ മതി. നല്ല സുഖമുള്ള പാട്ട്. പെട്ടെന്ന് ഇത് ഈ പാട്ട് പാടിയപ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണ് ഓർമ്മ വന്നത്. താങ്ക് യു. സർ. ഷാനിക്ക. ശിവനന്ദ, സർ. നല്ല സോങ് സെലക്ഷൻ മോളെ. താങ്ക് യു സർ. വെരി ഗുഡ് സോങ് സെലക്ഷൻ. ആൻഡ് ശിവനന്ദയുടെ വോയിസിന് ആപ്റ്റാണ് ഈ ഒരു സോങ് കേട്ടോ. പറയാൻ കാരണം വെച്ചാൽ ഒരുപാട് ഭാഗങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ശിവനന്ദ പാടിയത്. പക്ഷെ ഈ ശ്വാസം ആണ് നമ്മുടെ ഒരുപാട് ഭാഗങ്ങളുടെ സസ്റ്റെയിൻസ് കട്ടായി പോയി ശിവനന്ദ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫെയ്ഡ് ഔട്ട് അല്ലെങ്കിൽ ആ ഒരു വിബ്രാട്ടോട് കൂടിയുള്ള ആ ഒരു ഫെയ്ഡ് ഔട്ട് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റിയില്ല സോങ്ങിലുള്ള പോലത്തത്. എല്ലാം ഇങ്ങനെ വന്നിട്ട് അങ്ങ് അബ്രപ്റ്റ് ആയിട്ട് അങ്ങ് എൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വേണ്ടത് ബ്രെത്തും ആ ബ്രെത്തിന്റെ മേലെയുള്ള കൺട്രോളുമാണ്. ഇത് രണ്ടും നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കി നല്ല ശബ്ദം കേട്ടോ ശിവനന്ദ, അത് ഒരു ഭയങ്കര വലിയ പ്ലസ് ആണ്. ഈശ്വര സത്യ ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിറച്ചിട്ട് അങ്ങ് നിൽക്കും, അടുത്ത ലൈന് വിറച്ചിട്ട് നിൽക്കും. അപ്പൊ ഇതൊക്കെ അണ്ടർ കൺട്രോൾ ആവും. ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ശിവനന്ദ. അതൊക്കെ നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ല ശബ്ദമാണ്. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി, ശിവനന്ദയ്ക്ക് എന്താ പറ്റിയത് പറയൂ. എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. അപ്പൊ അത് അറിഞ്ഞൂടാ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറാൻ പാടുണ്ടോ? ഇല്ല. കാരണം ഈ ടീമിന്റെ അകത്ത് വളരെ നന്നായിട്ട് നല്ല കാലിബറുള്ള നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരാളാണ് ശിവനന്ദ. അത് ശിവനന്ദയ്ക്കും അറിയാം. ശിവനന്ദ ഇത്രയും നാള് മേടിച്ച മാർക്സും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ പെർഫോമൻസ് ടീം ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഞാൻ അത്ര തൃപ്തയല്ല. കാരണം ശിവനന്ദയ്ക്ക് ഞാൻ നമ്മുടെ ഗ്രൂമേഴ്സുമായിട്ടും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ മോൾക്ക് ഇതൊക്കെ സംഗതികളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നതാണ്. പാടുന്നുണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നുള്ള. കാരണം പഠിച്ചിട്ട് വന്ന ഒരാൾക്ക് ഇങ്ങനെ മിസ്റ്റേക്സ്, കാരണം ഈ പറഞ്ഞ ആലാപ്പിലൊക്കെ അതിന്റെ ഫിനിഷിങ്സ് ഒക്കെ അതൊന്നും ശിവനന്ദയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് അങ്ങ് സ്ലിപ്പായി പോയി. എല്ലാ ആലാപ്സും എന്താണ് ചരണത്തിന് മുന്നേ ഉള്ള ഒരു ആലാപ്പുണ്ട് ഇല്ലേ, അതിന്റെ ഇടയിലൊക്കെ ഇല്ലേ ആലാപ്സ്, അവിടെയൊക്കെ ആ സംഗതി അങ്ങ് സ്ലിപ്പായി പോയി. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു സംഭവം ശിവനന്ദയുടെ കയ്യിൽ നിന്ന് വരാൻ പാടില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഈ ഒരു പെർഫോമൻസ് ഞാൻ ഹാപ്പി അല്ല ശിവനന്ദയിൽ നിന്നും. സ്പെഷ്യലി ഇപ്പം ശരത് സർ പറഞ്ഞു, ഞാനും അത് മുഴുവനും ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അവിടെ ശ്വാസമൊക്കെ അങ്ങ് ബ്രേക്കായി. മോളെ അത് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ പറയുന്ന മാതിരി ഇത് ഒരു മെഗാ സീരിയൽ പോലെ പോകുന്ന ഒരു കോമ്പറ്റീഷൻ അല്ല. ഇത് പെട്ടെന്ന് അവസാനിക്കും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ വേദിയും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേദിയാണ്. ഓരോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി എത്രമാത്രം ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ. ഈ വേദിയിൽ ഇവിടെ തന്നെ സൂപ്പർ സ്റ്റാർ കണ്ടിട്ട് എത്രയോ ആൾക്കാർ ഇവിടുന്ന് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും നല്ല, ഇവിടെ ആരും നിങ്ങൾക്കെതിരല്ല, എല്ലാവരും നിങ്ങളെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ടാണ് നമ്മുടെ ഗ്രൂമേഴ്സ് ഒക്കെ ഇത് ചെയ്തു തരുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കെയർലെസ്നെസ് ആണിത്. ശരിക്കും ശിവനന്ദയുടെ ഭാഗത്തുള്ള കെയർലെസ്നെസ് തന്നെയാണിത്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് ശിവനന്ദ തന്നെ ഇരുന്ന് ഒന്ന് ആലോചിച്ച് ഇനി അടുത്ത പാട്ട് പെർഫോം ചെയ്യാൻ. ഓക്കെ? കാരണം ഇതൊക്കെ പുഷ്പം പോലെ നിന്ന് പാടുന്ന ആളാണ് ശിവനന്ദ. ഇന്നെന്ത് പറ്റി എന്നുള്ളത് എനിക്കറിയില്ല, ശിവനന്ദയ്ക്ക് അറിയാം, ദൈവത്തിനറിയാം. ശരിയാക്കുക, മറ്റൊന്നും പറയാനില്ല. ഗോഡ് ബ്ലെസ് യു ഡിയർ. ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG സർ. മോളെ, സർ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത്രയും മിസ്റ്റേക്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് വി ഹാവ് ടു ഡു ജസ്റ്റിസ്. കാരണം എല്ലാവർക്കും നമുക്ക് ഓരോ മിസ്റ്റേക്സ് വരുമ്പോൾ ഓരോ മാർക്ക് കൊടുക്കാറുണ്ട്. സോ ഐ ക്യാൻ ഗിവ് യു ഓൺലി 8.5. താങ്ക് യു സർ. ശരത് സർ. 8.5 മാർക്സ്. താങ്ക് യു സർ. ഷാനിക്ക. ശിവനന്ദ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ അടുത്ത തവണത്തേക്ക്. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 17. താങ്ക് യു. സാരല്ല.